നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിന്റെ MP ആവാൻ സുരേഷ് ഗോപി ഫിറ്റ് ആണെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. അതേസമയം സുരേഷ് ഗോപിയെ താൻ പിന്തുണച്ചിട്ടില്ല എന്നും ചോദിച്ചതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തതെന്നും മേയർ. തളിക്കുളം കൊപ്രക്കളത്ത് ദേശീയപാത 66-ൽ കാനയ്ക്കായി എടുത്ത കുഴിയിൽ വീണ് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പെരുന്നാളിന്റെ ദീപാലങ്കാര സ്വിച്ച് ഓൺ ചടങ്ങ് നടന്നു. കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹ്മാനെ മോചിപ്പിക്കുന്നതിനുള്ള ദയാധനം സ്വരൂപിക്കാൻ കാൽനട യാത്ര നടത്തി ജീവകാരുണ്യ പ്രവർത്തകൻ ജിൻഷാദ് കല്ലൂർ. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിന്റെ MP ആവാൻ സുരേഷ് ഗോപി ഫിറ്റ് ആണെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. യെസ്, വൈ നോട്ട്? അതാണ് ആള് നിൽക്കുന്നത്. ആൾക്കറിയാം ഐ എം ഫിറ്റ് എന്നുള്ള ആൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ആളിവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. MP ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്നൊരു സംഭവമല്ല. അതിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവണം. ജനം മനസ്സിനകത്ത് ഇറങ്ങിച്ചെല്ലണം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ജനങ്ങളുടെ കൂടെ നിൽക്കണം. അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. ജനപ്രതിനിധി എന്നാൽ ജനമനസ്സിൽ ഇറങ്ങിച്ചെല്ലണം. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നയാളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കോർപ്പറേഷന് വേണ്ടി പ്രഖ്യാപിച്ച പണം തന്നു. മറ്റുള്ളവർ വാഗ്ദാനം മാത്രം നൽകി. സുരേഷ് ഗോപി നേരിട്ട് പറഞ്ഞു അദ്ദേഹം അത് ചെയ്തു. സ്വതന്ത്ര ചിന്തയോടെയാണ് താൻ വോട്ട് ചെയ്യുക. സുരേഷ് ഗോപി മിടുക്കനാണെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിയെ താൻ പിന്തുണച്ചിട്ടില്ല, ചോദിച്ചതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തത്. 1 കോടി രൂപ സുരേഷ് ഗോപി കോർപ്പറേഷന് തന്നു എന്ന് മാത്രമാണ് പറഞ്ഞതെന്ന് മേയർ MK വർഗീസ്. താൻ സ്വതന്ത്രനാണ്. നാട് നന്നാക്കാൻ ആര് സാമ്പത്തിക സഹായം തന്നാലും അത് വാങ്ങുക എന്നത് മാത്രമേ തന്റെ ലക്ഷ്യമുള്ളൂ. പണ്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 1 കോടി രൂപയാണ് അന്ന് വാഗ്ദാനം ചെയ്തത്. അത് നേരിട്ട് ഇവിടെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ചെയ്തതാ. അദ്ദേഹം നേരിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി എനിക്ക് 1 കോടി രൂപ തരും എന്ന് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് അത് വെരി ഗുഡ്, വലിയ കാര്യമല്ലേ. പൈസ തരുന്നതും നമ്മൾ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരിക്കുമ്പോൾ ഇവിടുത്തെ സഹായത്തിന് വേണ്ടി ആര് തന്നാലും നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം എൻ്റെ നാട് നന്നാവണം, എൻ്റെ നാട് പുരോഗതിയിലേക്ക് പോകണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളല്ല. വാങ്ങിക്കും. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന്. ഞാൻ സ്വതന്ത്രനാണ്. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കും, സ്വതന്ത്രമായി പ്രവർത്തിക്കും. അതൊക്കെ സ്വതന്ത്രത്തിലേ നടക്കുള്ളൂ. അതാണ് താൻ ഉദ്ദേശിച്ചത്. പിന്തുണ കൊടുക്കാനല്ല, സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും മറ്റുള്ള സ്ഥാനാർത്ഥികൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളും മിടുക്കന്മാരാണ്. 3 പേരും ഫിറ്റാണ്. സുനിൽകുമാർ എക്സ്ട്രാ ഓർഡിനറി മിടുക്കനെന്നും മേയർ കൂട്ടിച്ചേർത്തു. തളിക്കുളം കൊപ്രക്കളത്ത് ദേശീയപാത 66-ന്റെ കാനയ്ക്കായി എടുത്ത കുഴിയിൽ വീണ് സൈക്കിൾ യാത്രക്കാരിൽ ഒരാളായ അതിഥി തൊഴിലാളി മരിച്ചു. 22 വയസ്സുള്ള രാജയാണ് മരിച്ചത്. സൈക്കിളിൽ ഒപ്പമുണ്ടായിരുന്ന 29 വയസ്സുള്ള ഹാസിമിന് ഗുരുതരമായി പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 9:30യോടെയാണ് അപകടം നടന്നത്. പരിക്കേറ്റ അതിഥി തൊഴിലാളി ഹാസിമിനെ തൃപ്രയാർ ആർട്സ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര കവാടത്തിനു സമീപം കാർ മരത്തിലിടിച്ച അപകടം. വ്യാഴാഴ്ച രാത്രിയാണ് അപകടം നടന്നത്. ആറാട്ടുപുഴ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട റോഡരികിലെ മരത്തിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ കാർ എതിർവശത്തെ കാനയിൽ വീണു. അടാട്ട് സ്വദേശികളായ അച്ഛൻ, അമ്മ, മകൻ എന്നിവരടങ്ങിയ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിലെ എയർ ബാഗുകൾ പുറത്തു വന്ന നിലയിലാണ്. കാർ ഭാഗികമായി തകർന്നിട്ടുണ്ട്. പഴുവിൽ വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പെരുന്നാളിന്റെ ദീപാലങ്കാര സ്വിച്ച് ഓൺ ചടങ്ങ് നടന്നു. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന കുർബാനയ്ക്ക് ശേഷം പഴുവിൽ ഫൊറോന വികാരി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ സലാം കക്കേരി, പഴുവിൽ സെൻട്രൽ മസ്ജിദ് സെക്രട്ടറി മുഹമ്മദ് അറയിലകത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് മതസൗഹൃദ കൂട്ടായ്മ നടന്നു. സഹവികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട്, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി, ലൈറ്റ് ആൻഡ് പന്തൽ കൺവീനർ ഷേണോ തട്ടിൽ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള ദയാധനം സ്വരൂപിക്കാൻ കാൽനടയാത്ര നടത്തുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ജിൻഷാദ് കല്ലൂർ. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയാണ് യാത്ര. 34 കോടി രൂപയാണ് അബ്ദുൾ റഹ്മാന്റെ മോചനത്തിനായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ തുക കണ്ടെത്താൻ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി പൊരുതുന്നതിനിടെയാണ് ജിൻഷാദും ഇതിനായി കൈകോർക്കുന്നത്. മലപ്പുറം ജില്ല കടന്ന യാത്ര കാസർഗോഡ് എത്തുന്നതിന് മുൻപ് ലക്ഷ്യം കൈവരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജിൻഷാദ്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെയാണ് ദേശീയപാതയിലൂടെ ജിൻഷാദ് യാത്ര ചെയ്യുന്നത്. രാവും പകലുമില്ലാതെയുള്ള യാത്രയിൽ പാതിയോരത്തെ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് തങ്ങിയുള്ള അല്പനേരത്തെ വിശ്രമം മാത്രമാണ് ജിൻഷാദ് എടുക്കുന്നത്. യൂസഫ് അലി അതുപോലെ മറ്റുള്ള വ്യവസായികളൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 34 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോംപ്രമൈസ് ചെയ്യാതെ 16-ാം തീയതിക്കുള്ളിൽ 34 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ 16-ാം തീയതിക്കുള്ളിൽ അദ്ദേഹത്തിന് 34 കോടി അടയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് താങ്ങായി മാറിയ കല്ലൂർ സ്വദേശിയായ ജിൻഷാദിന്റെ കാൽനടയാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കുടുംബവുമുണ്ട്. 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹ്മാന്റെ മോചനത്തിനായി തുക കൈമാറേണ്ട അവസാന തീയതി ഈ മാസം 15-നാണ്. ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ തുക കണ്ടെത്താനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോട് കാത്തിരിക്കുമ്പോൾ ജിൻഷാദിന്റെ പദയാത്രയും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ്. ഈഗിൾ ഷോട്ട് ബാനറിൽ ജോജു കോടന്നൂർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഷോർട്ട് ഫിലിം ചേറ് സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് പ്രകാശനം ചെയ്തു. പാടശേഖരങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സാമൂഹ്യ സ്വഭാവ രീതിയെ വിമർശനാത്മകമായി സമീപിക്കുന്ന ഒരു ഹ്രസ്വ ചിത്രമാണിത്. കോടന്നൂർ പ്രദേശങ്ങളിലായി ചിത്രീകരണം പൂർത്തീകരിച്ച ഈ ഷോർട്ട് ഫിലിമിൽ സിജോ ചെറിയത്ത, വിൽസൺ മാണിക്കത്ത്, പൃഥ്വികുമാർ, ജോജു കോടന്നൂർ എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. ക്യാമറ കിരൺ മുളകുന്നത്തുകാവ്, ജോയ് അമ്മാടം, സംവിധാന സഹായം സുജിത് നാരായണൻ, മൂലകഥ വത്സൻ മാണിക്കത്ത്, എഡിറ്റിംഗ് ജോസ് അലക്സ്. ചേറ്റുവ പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലി നടക്കുന്നത് പാതിരാത്രിയിൽ. ഇതുമൂലം ഉറങ്ങാനാകാതെ തീരദേശവാസികൾ. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചോറ്റുവയിൽ പണി പുരോഗമിക്കുന്ന ചോറ്റുവ പുതിയ പാലത്തിനായി പുഴയിൽ സ്ഥാപിക്കുന്ന തൂണുകളുടെ പൈലിംഗ് നടക്കുന്നത് പാതിരാത്രിയിൽ. ഇതിന്റെ ശക്തമായ ശബ്ദം മൂലം രാത്രി വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലെന്ന് തീരദേശവാസികൾ. ഇതുമൂലം പുഴയിൽ നിന്ന് മീൻ പിടിച്ച് ഉപജീവനമാർഗം നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികളും പഴയതുപോലെ മത്സ്യം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു എന്ന പരാതിയിലാണ്. അതേസമയം ചോറ്റുവ പാലത്തിലെ നടപ്പാതയിലെ സ്ലാബ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും പല ഭാഗങ്ങളിലും കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല എന്നും പരാതി ഉയരുകയാണ്. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരന്തരം കുടിവെള്ള പൈപ്പുകൾ തകരുന്നതുമൂലം പൊതുജനം അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കുവാനോ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. കുടിവെള്ളം തടസ്സപ്പെട്ട് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതേവരെയും ഉണ്ടായിട്ടില്ല എന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കൊട്ടുമൽ കുറ്റപ്പെടുത്തി. ഏങ്ങണ്ടിയൂരിലും ചോറ്റുവായിലും നടക്കുന്ന ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ വകുപ്പ് തല ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തണമെന്നും ലത്തീഫ് കൊട്ടുമൽ ആവശ്യപ്പെട്ടു. പൊതുജനം കാഴ്ചക്കാരല്ല, നാടിന്റെ കാവൽക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാവറട്ടി വിശുദ്ധ യൗസപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടികയറി. വെള്ളിയാഴ്ച രാവിലെ കുർബാനയ്ക്കു ശേഷം തീർത്ഥകേന്ദ്രം റെക്ടർ റവറൻഡ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലുക്കോട്ടിൽ, മാനേജിംഗ് ട്രസ്റ്റി വി ജെ ജോസി, ഭാരവാഹികളായ ജോബി ഡേവിസ്, സി വി സേവ്യർ, ഷാജൻ ജോസ്, എൻജലിയോ, റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ഒരുക്കമായുള്ള നവനാൾ കുർബാന തിരുനാൾ ദിവസം വരെ വൈകിട്ട് 6-ന് നടക്കും. ഏപ്രിൽ 19, 20, 21 തീയതികളിലാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ. തൃശൂർ അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങാത്തക്കളരി സൗജന്യ വേനൽക്കാല ക്യാമ്പ് ഏപ്രിൽ 17 മുതൽ 30 വരെ നടക്കും.
വെങ്കണശ്ശേരി അഡാപ്റ്റ് പരിശീലന കേന്ദ്രത്തിലാണ് ക്യാമ്പ് നടക്കുക. പ്രമേഹം മൂലമുള്ള തോൾവേദന, കൈകൾ ഉയർത്താനുള്ള പ്രയാസം എന്നിവർക്ക് ചികിത്സ തേടുന്നവർക്കായി പ്രായപരിധി 40 മുതൽ 60 വയസ്സുവരെ വൈദ്യരത്നം ആയുർവേദ കോളേജ് ഒല്ലൂർ ആശുപത്രിയിലെ കായ ചികിത്സാ വിഭാഗത്തിൽ ഗവേഷണാടിസ്ഥാനത്തിൽ സൗജന്യ ചികിത്സ നൽകുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ 1 മണി വരെ പ്രത്യേക OP പ്രവർത്തിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9497353089 അല്ലെങ്കിൽ 8921416439 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാക്യാർകടവ് ചിറയ തന്തോണി മകൻ വർഗീസ് നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിന്റെ MP ആവാൻ സുരേഷ് ഗോപി ഫിറ്റ് ആണെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. അതേസമയം സുരേഷ് ഗോപിയെ താൻ പിന്തുണച്ചിട്ടില്ല എന്നും ചോദിച്ചതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തതെന്നും മേയർ. തളിക്കുളം കൊപ്രക്കളത്ത് ദേശീയപാത 66-ൽ കാനയ്ക്കായി എടുത്ത കുഴിയിൽ വീണ് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പെരുന്നാളിന്റെ ദീപാലങ്കാര സ്വിച്ച് ഓൺ ചടങ്ങ് നടന്നു. കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹ്മാനെ മോചിപ്പിക്കുന്നതിനുള്ള ദയാധനം സ്വരൂപിക്കാൻ കാൽനട യാത്ര നടത്തി ജീവകാരുണ്യ പ്രവർത്തകൻ ജിൻഷാദ് കല്ലൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.